അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഒരു പോയിൻ്റാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഭാഗം മാത്രമാണ് പുതിയതായി ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ബാക്കി ഇതുവരെ പറഞ്ഞതെല്ലാം തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആണ്. സോ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്, the statements that transfer the program control from one place to another without any condition. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ട്രാൻസ്ഫർ, അല്ലേ? ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്? നമ്മുടെ C++ ലാംഗ്വേജിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അത് എന്ത് ചെയ്യും? ദാറ്റ് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ, നമ്മുടെ പ്രോഗ്രാം കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എങ്ങനെ? ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രോഗ്രാം കൺട്രോളിനെ, അതായത് കമ്പൈലറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. വിത്തൗട്ട് എനി കണ്ടീഷൻ, പ്രത്യേകിച്ച് യാതൊരു കണ്ടീഷനും ഇല്ലാതെ പ്രോഗ്രാം കൺട്രോളിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റം വരുത്തുന്നു, ചേഞ്ച് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സും ചെയ്യുന്നത്. പ്രോഗ്രാം കൺട്രോളിനെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ എന്തുണ്ട്? ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ഇഫ് ആയാലും, ഇഫ് എൽസ് ആയാലും, സ്വിച്ച് ആയാലും, ഇനി ഫോർ ലൂപ്പ് ആയാലും, വൈലായാലും, ഡു വൈലായാലും അവിടെ എന്തുണ്ട്? ഒരു കണ്ടീഷൻ അവിടെയുണ്ട്. ആ കണ്ടീഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് എവിടെ നിന്ന് എങ്ങോട്ട് പോകണം, എത്ര തവണ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് എന്ന കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തില്ല? നമുക്ക് അത്തരത്തിലുള്ള ഒരു കണ്ടീഷനും ഇല്ല. അപ്പോൾ അത്തരത്തിൽ ഒരു കണ്ടീഷനും കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഗ്രാം കൺട്രോളിനെ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാണ്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. റൈറ്റ്? ഓക്കെ. C++ പ്രൊവൈഡ്സ് 4 ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ C++ ലാംഗ്വേജിൽ 4 ജംപ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ്? റിട്ടേൺ, ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ. അങ്ങനെ 4 ജംപ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് C++ ലാംഗ്വേജിലുള്ളത്. ഏതൊക്കെയാണ്? റിട്ടേൺ, ഗോ ടു, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഇതിൽ ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മളിത് എവിടെയാണ് കണ്ടിട്ടുള്ളത്? നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടിട്ടുള്ള ഒരു കീവേഡാണ് എന്ത്? ബ്രേക്ക്. അവിടെ എന്താണോ ബ്രേക്ക് കൊണ്ട് നമുക്ക് നടക്കുന്ന കാര്യം അത് തന്നെയാണ് ഇവിടെയും പറയാൻ പോകുന്നത്. പക്ഷെ എൻ്റെ സ്ഥലം ഒന്ന് വേറെയാണെന്ന് മാത്രം. അങ്ങനെ 4 ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്കുള്ളത്. അതിൽ റിട്ടേൺ പിന്നീടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം വരുന്ന ഈ 3 ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, ഇത് 3 ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ചിലപ്പോഴൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സെക്ഷനാണ് എന്ത്? ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിന് ഓരോന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്കിന് ഒരെണ്ണം മാത്രം ചോദിക്കാം. അപ്പോൾ ഏതായാലും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സെക്ഷനാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി നമുക്കൊരു ലൈബ്രറി ഫംഗ്ഷൻ ഉണ്ട്, ഇൻബിൽറ്റ് ഫംഗ്ഷൻ ഉണ്ട്. C++ provides a library function exit that helps to terminate the program. പ്രോഗ്രാമിനെ അവസാനിപ്പിക്കാൻ, പ്രോഗ്രാമിനെ ടെർമിനേറ്റ് ചെയ്യാൻ നമുക്കൊരു ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അതിൻ്റെ പേരാണ് എക്സിറ്റ്. ഓക്കെ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കതിൻ്റെ അത് എങ്ങനെയാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ സിൻടാക്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദി പ്രോഗ്രാം കൺട്രോൾ എനിവെയർ ഇൻ ദി ഫംഗ്ഷൻ. അപ്പോൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാം കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എവിടേക്ക്? എനിവെയർ ഇൻ ദി ഫംഗ്ഷൻ,
അപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം കൺട്രോളിനെ ചേഞ്ച് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പോയിൻ്റ് അണ്ടർസ്റ്റുഡ് ആണ് ഇവിടെ എഴുതിയിട്ടില്ല. വിത്തൗട്ട് എനി കണ്ടീഷൻ, പ്രത്യേകിച്ച് യാതൊരു കണ്ടീഷനും കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം കൺട്രോളിനെ ചേഞ്ച് ചെയ്യാം. റൈറ്റ്. ദ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ, അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രോഗ്രാം കൺട്രോളിനെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ദാറ്റ് ഈസ് അവർ ടാർഗറ്റ്. അപ്പോൾ ആ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ എവിടേക്കാണോ നിങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടത് ആ ഭാഗം, ദ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് എ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മാർക്ക്ഡ് ബൈ എ ലേബൽ. അതായത് പറഞ്ഞു കഴിഞ്ഞു ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, നമുക്ക് ഏത് ഭാഗത്തേക്കാണോ പ്രോഗ്രാം കൺട്രോളിനെ മൂവ് ചെയ്യേണ്ടത് ആ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്, ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ ഏതാണെന്നുള്ളത് നമ്മളവിടെ പറയേണ്ടതുണ്ട്, മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അത് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ലേബൽ ഉപയോഗിക്കും എന്നാണ് പറഞ്ഞത്. സോ ലേബൽ മീൻസ് ഇറ്റ്സ് നത്തിങ്, ഇറ്റ്സ് ആൻ ഐഡൻറ്റിഫയർ. ഒരു ഐഡൻറ്റിഫയർ, ഒരു പേരാണ്. ആ ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പേര് നൽകും. അതിന് ലേബൽ എന്നാണ് ജനറലി ഇതിൻ്റെ ഒരു സിൻടാക്സ് പ്രകാരം നമ്മൾ പറയുന്നത്. അപ്പോൾ ലേബൽ എന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിഫയർ ആണ്. ഐഡൻറ്റിഫയർ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓക്കെ. അപ്പോൾ അത്തരത്തിലൊരു ലേബൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ടാർഗറ്റ് എവിടേക്കാണ് നമുക്ക് പ്രോഗ്രാം കൺട്രോളിനെ മൂവ് ചെയ്യേണ്ടത് ആ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തുപയോഗിച്ചുകൊണ്ട്, ഒരു ലേബൽ കൊണ്ട്. ഇനി നമുക്കിതിൻ്റെ സിൻടാക്സ് ഒന്ന് പരിശോധിക്കാം. സോ നമ്മുടെ മുകളിലൊക്കെ കുറേ ലൈൻസ് ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും എക്സിക്യൂട്ട് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ കമ്പൈലർ ഇവിടെ എത്തി ഗോ ടു എന്ന് കണ്ടു. സോ ഗോ ടു ഈസ് എ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്. ഉടനടി എന്ത് നോക്കും, ഇതിൻ്റെ ടാർഗറ്റ് ഏതാണ്. അപ്പോൾ ആ ടാർഗറ്റ് ഇങ്ങനെ എഴുതാറുള്ളത് ഗോ ടു എന്നതിന് ശേഷം നമ്മൾ ആ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ്റെ പേര് ഇവിടെ എഴുതും. ഇവിടെ ലേബൽ എന്ന് എഴുതി, അത് സിൻടാക്സിൽ എഴുതുന്നതാണ്. ഇവിടെ പറഞ്ഞ ഈ ലേബൽ തന്നെയാണ് ലേബൽ. അപ്പോൾ ഈ ലേബൽ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള പേര് നൽകാവുന്നതാണ്. കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ ലേബൽ ആരാണ്, ഒരു ഐഡൻറ്റിഫയർ ആണ്. അപ്പോൾ ലേബൽ എന്ന് എഴുതി ദെൻ സെമിക്കോളൻ. അപ്പോൾ കമ്പൈലർ എന്താണ് ചെക്ക് ചെയ്യുന്നത്, ഈ ലേബൽ എന്നു പേരുള്ള ഈ ഒരു ഐഡൻറ്റിഫയറിനെ നമ്മുടെ പ്രോഗ്രാമിനകത്ത് എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ കൺട്രോൾ ഇവിടെ സാധനം കിടക്കുന്നുണ്ട്, ലേബൽ. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഇവിടെ നിന്നും നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ നേരെ ഇവിടേക്ക് എത്തും. അതിനർത്ഥം ഇവിടെ 1, 2 സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടെയുണ്ട്. അതിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് നേരെ എവിടേക്ക് എത്തും, ഈ ലേബൽ എന്ന് കാണിച്ചിട്ടുള്ള ഈ ടാർഗറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തി ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ അവിടെ നിന്ന് ആസ് യൂഷ്വൽ താഴത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ്, ഗോ ടുവിന് ശേഷമുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് അവിടെ സ്കിപ്പ് ചെയ്യപ്പെട്ടു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ എത്തി, പക്ഷേ അവിടെ എന്തില്ല, ഒരു കണ്ടീഷനും കൂടാതെ അൺകണ്ടീഷണലിയാണ് പ്രോഗ്രാം കൺട്രോളിനെ നമ്മൾ ഇവിടേക്ക് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ രൂപത്തിലാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ ഉപയോഗിക്കുക. ഇത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ കൂടി എന്ത് ചെയ്യാം, പരിശോധിക്കാം. അപ്പോൾ ഗോ ടു ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കാണുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്. 1 മുതൽ 5 വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇത്തരത്തിലുള്ള ഔട്ട്പുട്ട് കണ്ടിട്ടുണ്ട്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൂപ്സൊക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗോ ടു എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഔട്ട്പുട്ട് സെറ്റ് ചെയ്ത് എനിക്ക് 1 മുതൽ 5 വരെ പ്രിൻ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്തു, ഐ എന്ന് പറയുന്നൊരു വേരിയബിൾ ഞാൻ ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഗോ ടു ദെൻ ഒരു സ്പേസ് വിട്ട് ഔട്ട്പുട്ട് എന്നാണ് എഴുതിയത്. ഈ ഔട്ട്പുട്ട് ആരാണ്, ഐഡൻറ്റിഫയർ ആണ്. നമ്മൾ സിൻടാക്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ആരാണിത്, ലേബൽ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഗോ ടു എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിടണം, സെമിക്കോളൻ ഇട്ടിരിക്കണം. അപ്പോൾ ഈ ഔട്ട്പുട്ട് ലേബലാണെന്ന് പറഞ്ഞു.
ആരാണ് ഈ ലേബൽ? നമ്മുടെ ടാർഗറ്റ് ഡെസ്റ്റിനേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പേരാണെന്ത്? ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ലേബലാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് മുകളിലാണ്. ഈ എഴുതിയ ലേബൽ ഔട്ട്പുട്ട് എന്ന് കാണുന്ന ഈ ഐഡൻറ്റിഫയർ മുകളിലാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, നമ്മൾ സിൻടാക്സ് പറഞ്ഞപ്പോൾ ഗോ ടു മുകളിലും ദെൻ അതിൻ്റെ ലേബൽ താഴെയുമായിരുന്നു. അത് സിൻടാക്സിൽ അങ്ങനെ എഴുതി എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങളെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം, താഴെ വേണമെങ്കിലും ടാർഗറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. അത് ആ പ്രോഗ്രാമറുടെ റിക്വയർമെൻ്റ് ആണ്. അയാളുടെ ഒരു റിക്വയർമെൻ്റ് അനുസരിച്ച് കൊണ്ടാണ് ഈ ടാർഗറ്റ് ഏത് ഭാഗത്ത്, പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്ത് വരണം എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. ഇവിടുത്തെ ഒരു റിക്വയർമെൻറ്റ് വെച്ചുകൊണ്ട് മുകളിൽ വരണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഈ ഗോ ടു എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ എവിടേക്ക് വരും? ഔട്ട്പുട്ട് എന്ന് പേരുള്ള ഈ ടാർഗറ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് എന്ത് ചെയ്യുക? എത്തുക. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ഈ ടാർഗറ്റ് അവിടെ നിൽക്കട്ടെ. എന്ത് ചെയ്തു? സി ഔട്ട് ഐ അല്ലേ? ഐ എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ള വാല്യൂ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ ഐ 1 ആണ് അല്ലേ? അപ്പോൾ ആദ്യം ഔട്ട്പുട്ട് എന്ന് കാണുമ്പോൾ ഇവിടെ കാണുന്ന സമയത്ത് കമ്പൈലർ മനസ്സിലാക്കി ഇറ്റ്സ് എ ലേബൽ. കാരണം ഈ ലേബൽ നമ്മൾ ഡെസ്റ്റിനേഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ, ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ ആദ്യം ലേബൽ എഴുതും, അതിനുശേഷം അവിടെ എന്തിടണം? ഒരു സെമിക്കോളൻ ഇടണം. എന്നിട്ടാണ് ആ ടാർഗറ്റ് ഡെസ്റ്റിനേഷനുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതുക. അത് സിൻടാക്സിൽ അവിടെ എഴുതിയിട്ടുണ്ട്, അതിവിടെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ടാർഗറ്റ് ഡെസ്റ്റിനേഷനകത്ത് നമ്മൾ ലേബൽ കൊടുക്കുന്ന സമയത്ത്, ആ ഡെസ്റ്റിനേഷൻ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് ലേബലിന് ശേഷം എന്തിടണം? ഒരു കോളൻ നമ്മൾ ഇട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ സി ഔട്ട് ഐ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്നത് കണ്ടതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നമ്മൾ ഔട്ട്പുട്ടിൽ വരില്ല. കാരണം കമ്പൈലറിന് മനസ്സിലായി കഴിഞ്ഞു ഇതെന്താണ്, ഇത് പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്, പക്ഷേ എന്താണത്? ലേബലാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്നും അവിടെ പുറത്തേക്ക് വരുന്ന ചെയ്യുന്നില്ല. നേരെ സി ഔട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു, ഐ വന്നു. ഐ നിലവിൽ നമുക്കറിയാം 1 ആണ്. അപ്പോൾ എന്തായി? 1 എന്ന് ഇവിടെ 1 പ്രിൻ്റായി. ഓക്കെ, ദെൻ ഈ സ്പേസ് ഇട്ടതിൻ്റെ റീസണൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്ത ലൈൻ എന്താണ്? പ്ലസ് ഐ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഐ ഇപ്പോൾ 1 ആയിരുന്നു, പ്ലസ് ഐ വർക്ക് ചെയ്തപ്പോൾ എന്തായി മാറി? ഐ 2 ആയിട്ട് മാറി. ദെൻ ശ്രദ്ധിക്കുക, ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെയുണ്ട്. ഐ ലെസ് ദാൻ ഈക്വൽ ടു 5. ഐ ഇപ്പോൾ എത്രയാണ്? 2 ആണ്. 2 ലെസ് ദാൻ ഈക്വൽ ടു 5. കണ്ടീഷൻ ഈസ് ട്രൂ. നേരെ എന്ത് ചെയ്യും? കമ്പൈലർ ഇഫിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഇവിടെ ഇട്ടു എന്നേ ഉള്ളൂ. ഇവിടെ നമുക്കറിയാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ബ്രാക്കറ്റ് ഇല്ലെങ്കിലും ഇത് ഓക്കെയാണ്. അത് ഇട്ടു എന്നേ ഉള്ളൂ. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തി. നേരെ എന്തായി? ഗോ ടു എക്സിക്യൂട്ട് ചെയ്തു. ഗോ ടു എവിടേക്ക് മൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഔട്ട്പുട്ട്. ഇതാണ് നമ്മളുടെ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ കമ്പൈലർ നോക്കി ഇവിടെ കാണുന്നുണ്ട് ഔട്ട്പുട്ട്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? നമ്മളിവിടേക്ക് എത്തി, താഴെ നിന്ന് മുകളിലേക്ക് എത്തി. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? സി ഔട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഈ ലൈനാണ് എക്സിക്യൂട്ട് ചെയ്യുക. വീണ്ടും ഐ ഔട്ട്പുട്ട് ചെയ്തു. ഐ ഇപ്പോൾ 2 ആണ്. അങ്ങനെ 2 എന്ന് പ്രിൻ്റ് ചെയ്തു. വീണ്ടും പ്ലസ് ഐ വർക്ക് ചെയ്തു. അപ്പോൾ 2 എന്തായി മാറി? 3 ആയിട്ട് മാറി. നിലവിൽ 2 ആയിരുന്നു, അത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. പ്ലസ് ഐ വർക്ക് ചെയ്തു, 3 ആയി മാറി. വീണ്ടും എന്ത് ചെയ്യുന്നു? ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 3 അല്ലേ? ഐ 3 ആണിപ്പോൾ. 3 ലെസ് ദാൻ ഈക്വൽ ടു 3, സോറി 5. 3 ലെസ് ദാൻ ഈക്വൽ ടു 5. കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും എവിടെ എത്തി? ഇഫിൻ്റെ ഉള്ളിലുള്ള ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് വീണ്ടും ഗോ ടു ഔട്ട്പുട്ട് അല്ലേ? ലേബൽ അതാണ്. ഇതാണ് നമ്മുടെ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ. ഇവിടെ എത്തി. ദെൻ വീണ്ടും സി ഔട്ട് വർക്ക് ചെയ്യുന്നു, 3 പ്രിൻ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഊഹിക്കാം പ്ലസ് ഐ വർക്ക് ചെയ്തു. ഐ എന്തായി മാറി? 4 ആയി മാറി. വീണ്ടും ചെക്ക് ചെയ്തു. 4 ലെസ് ദാൻ ഈക്വൽ ടു 5 അല്ലേ? കണ്ടീഷൻ എന്തായി? ഇവിടെ 4 ആണ്, ഇത് 5 ആണ്. അപ്പോൾ കണ്ടീഷൻ ഈസ് ട്രൂ. വീണ്ടും 6 വർക്ക് ചെയ്തു. ഗോ ടു ഔട്ട്പുട്ട്. വീണ്ടും മുകളിലേക്ക് പോയി. നമ്മൾ എന്ത് ചെയ്തു? 4 പ്രിൻ്റ് ചെയ്തു അല്ലേ? പ്ലസ് ഐ വർക്ക് ചെയ്തു. 5 ലെസ് ദാൻ ഈക്വൽ ടു 5. അഗൈൻ കണ്ടീഷൻ ഈസ് ട്രൂ. വീണ്ടും ഗോ ടു വർക്ക് ചെയ്തു, മുകളിലേക്ക് പോയി. അപ്പോൾ എന്ത് ചെയ്യും? 5 നമ്മൾ പ്രിൻ്റ് ചെയ്തു, റൈറ്റ്? ദെൻ പ്ലസ് ഐ വർക്ക് ചെയ്തു. അപ്പോൾ ഐ എന്തായി മാറി? 6 ആയിട്ട് മാറി. 6 ലെസ് ദാൻ ഈക്വൽ ടു 5. കണ്ടീഷൻ ഈസ് ഫാൾസ്. അപ്പോൾ എന്ത് ചെയ്യും? ഇഫിൽ
ഉള്ളിലേക്ക് കയറാതെ നേരെ ഈ സ്ട്രക്ചറിൻ്റെ പുറത്തേക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് എന്ത് ചെയ്തു, നമ്മുടെ കമ്പലെത്തി റിട്ടേൺ 0, ദെൻ പ്രോഗ്രാം എൻഡ്. അപ്പോൾ എന്തായി, 5 വരെ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ എഴുതിയ കോഡ് ആക്ച്വലി ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷനും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, ഇവിടെ കണ്ടീഷൻ ഉണ്ടല്ലോ, ഇതൊരു കണ്ടീഷനാണല്ലോ. പക്ഷേ അത് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമല്ല, അതൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് കൺട്രോൾ മൂവ് ചെയ്യാൻ വേണ്ടി ആരും ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ ഭാഗമായൊരു കണ്ടീഷൻ ഉപയോഗിക്കുന്നില്ല. ഇതൊരിക്കലും ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമല്ല, അങ്ങനെ തിരിതിരിക്കരുത്. ഇത് ഈ ഒരു എന്താ പറയുക, ലൂപ്പിംഗ് വർക്കിംഗ് കിട്ടാൻ വേണ്ടി പ്രോഗ്രാമർ എഴുതിയുണ്ടാക്കിയൊരു സെറ്റപ്പാണെന്ത് ഇവിടെയുള്ള ഈ ഇഫ് എന്ന് പറയുന്നത്. അതൊരിക്കലും എന്തിൻ്റെ ഭാഗമല്ല, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമല്ല. അപ്പോൾ ലൂപ്പിംഗ് എന്നൊന്നും കൺസിഡർ ചെയ്യേണ്ട, നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഗോ ടു എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗോ ടു എന്ന് എഴുതും, ഒരു സ്പേസ് വിടും, നമ്മളൊരു ലേബൽ മാർക്ക് ചെയ്യും. അപ്പോൾ ലേബൽ എന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിഫയർ ആണ്, ഒരു പേരാണ്. അപ്പോൾ ആ പേരിൽ പരാമർശിക്കപ്പെട്ട ആ ടാർഗറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ആര് മൂവ് ചെയ്യപ്പെടും, നമ്മുടെ കമ്പൈലർ അല്ലെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ മൂവ് ചെയ്യപ്പെടും. അതാണ് നിങ്ങളിവിടെ കണ്ടത്. അടുത്ത ജെം സ്റ്റേറ്റ്മെൻ്റ് ആണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ബ്രേക്ക് എന്ന് പറയുന്ന ആ കീവേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. എവിടെയാണ് കണ്ടിട്ടുള്ളത്? നമ്മുടെ സ്വിച്ച് പറഞ്ഞ സമയത്ത് ഈ ബ്രേക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലൂപ്പുമായി ബന്ധപ്പെടുത്തിയാണ് ബ്രേക്കിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. When a break statement is encountered in a loop, it takes the program control outside the loop. അപ്പോൾ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ലൂപ്പിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ലൂപ്പിനകത്ത് വെച്ച് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇറ്റ് ടേക്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ ലൂപ്പ്. അപ്പോൾ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? ആ ലൂപ്പിൽ നിന്നും പ്രോഗ്രാം കൺട്രോളിനെ എന്ത് ചെയ്യും? പുറത്തേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞു. നമുക്കറിയാം, സാധാരണഗതിയിൽ പ്രോഗ്രാം കൺട്രോൾ ലൂപ്പിൽ നിന്ന് പുറത്ത് വരാനുള്ളത് എപ്പോഴാണ്? ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയാലാണ് ലൂപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാം കൺട്രോൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കും? ബ്രേക്ക് എപ്പോഴാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ പ്രോഗ്രാം കൺട്രോൾ എന്ത് ചെയ്യുന്നു? ലൂപ്പിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അതിനർത്ഥം ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പേ ലൂപ്പിനെ എന്ത് ചെയ്യുന്നു? ടെർമിനേറ്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സ്വിച്ചിലും നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതേ കാര്യം തന്നെയാണ്. ആ സ്വിച്ചിൽ നിന്നും പ്രോഗ്രാം കൺട്രോളിനെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ആരെ ഉപയോഗിച്ചത്? ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിനെ ഉപയോഗിച്ചത്. ഇവിടെ അത് ലൂപ്പായി എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഒരു ലൂപ്പിൽ നിന്ന് പ്രോഗ്രാം കൺട്രോളിനെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്ന കാര്യം, ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടും. ഓക്കെ, ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യപ്പെടും? ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ബ്രേക്കിൻ്റെ ഒരു എന്താ പറയുക ഉപയോഗം ഇവിടെ. എക്സിക്യൂഷൻ ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കൺട്രോൾ സ്ട്രക്ചർ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതിനുശേഷം നേരെ ഇവിടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ പറയുന്ന ലൂപ്പിന് ശേഷമുള്ള ഭാഗം മുതൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ലൂപ്പിന് പുറത്തേക്ക് കൊണ്ടുവരുന്ന പറഞ്ഞത് ആരെ? പ്രോഗ്രാം കൺട്രോളിനെ. ഓക്കെ, അപ്പോൾ ആ പ്രോഗ്രാം കൺട്രോൾ എന്ത് ചെയ്യും? എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എവിടെ നിന്നാണ്? ഫ്രം ദി സ്റ്റേറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി കൺട്രോൾ സ്ട്രക്ചർ. ഈ ലൂപ്പ് സ്ട്രക്ചറിൻ്റെ, അത് ഫോർ ആവാം, വൈലാവാം, ഡു വൈലാവാം, എന്തോ ആയിക്കൊള്ളട്ടെ, ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ത് ചെയ്യും? എക്സിക്യൂഷൻ തുടരും എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം ലൂപ്പിനെ മാത്രമേ ഈ ബ്രേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? ടെർമിനേറ്റ് ചെയ്യുന്നുള്ളൂ. പ്രോഗ്രാമിനെ എന്ത് ചെയ്യുന്നില്ല? ടെർമിനേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ലൂപ്സിനെ നമ്മൾ പഠിച്ചിട്ടുള്ള ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സിനെ, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളെ ഇടയ്ക്ക് വെച്ച് നിർത്താൻ നമുക്ക് വേണമെങ്കിൽ ആരെ ഉപയോഗിക്കാം?
ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിനെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു ഉദാഹരണം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നത് ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ട്, നമ്മൾ ഫോർ ലൂപ്പ് പറഞ്ഞ ഒരു എക്സാമ്പിളാണ്. ഇവിടെ കണ്ടാൽ അറിയാം, ഫോർ ഐ ഇൻഡ് ഐ ഈസ് ഈക്വൽ ടു 1 ഐ ലെസ് ദാൻ ഈക്വൽ ടു 5 പ്ലസ് പ്ലസ് ഐ. ശരിക്കും പറയുകയാണെങ്കിൽ 1 മുതൽ 5 വരെയാണ് ഇത് പ്രിൻ്റ് ചെയ്യേണ്ടത്, 1 to 5. പക്ഷേ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. 1 മുതൽ 2 വരെ മാത്രമേ ഇത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളൂ. 3, 4, 5 എന്നുള്ളത് പ്രിൻ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുള്ള കാരണം ഇതിനിടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് എക്സിക്യൂട്ട് ആയി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഫോർ ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്തു. ഐ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ 1 എന്ന് സ്റ്റോർ ചെയ്തു. ഇതിനടുത്ത് എന്ത് ചെയ്യും? കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്തു. ഐ ലെസ് ദാൻ ഈക്വൽ ടു 5 അല്ലേ? ഐ ഇപ്പോൾ നമുക്കറിയാം 1 ആണ്. അപ്പോൾ 1 ലെസ് ദാൻ ഈക്വൽ ടു 5 എന്നായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. കണ്ടീഷൻ ട്രൂ ആയി. നമുക്കറിയാം എന്താണ് സംഭവിക്കുക? നേരെ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് പ്രോഗ്രാം കൺട്രോൾ എത്തി. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തി അല്ലേ? ഇതിനകത്തൊരു ഇഫ് ആണുള്ളത്. നമ്മളിവിടെ ചെക്ക് ചെയ്യാണ്. ഇഫ് ഐ ഇസ് ഈക്വൽ ടു 3, ഐ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിൽ 3 ആണോ ഉള്ളത്? 3 അല്ല എന്ന് നമുക്കറിയാം. കാരണം എന്താ? ഐ ഇപ്പോൾ 1 ആണ്. അപ്പോൾ 1 ഇസ് ഈക്വൽ ടു 3 നമുക്കറിയാം അത് ഫാൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യില്ല? ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, കാരണം ഇഫ് അകത്ത് ഈ ഒരു ടെസ്റ്റ് ട്രൂ ആയാൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇഫിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഇഫ് ഫാൾസായി നേരെ എന്ത് ചെയ്യും? ഇവിടെ എത്തി. സി ഔട്ട് ഐ ഇപ്പോൾ എത്രയാണ്? 1 ആണ്. ആ 1 അവിടെ എന്ത് ചെയ്യപ്പെട്ടു? ഔട്ട്പുട്ട് ചെയ്യപ്പെട്ടു. വീണ്ടും ഇവിടെ എത്തി, മുകളിലേക്ക് തന്നെ പോയി. അപ്പോൾ ആര് വർക്ക് ചെയ്യും? പ്ലസ് പ്ലസ് ഐ വർക്ക് ചെയ്യും. അപ്പോൾ ഐ 1 എന്തായി മാറി? 2 ആയി മാറി. അപ്പോൾ വീണ്ടും ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഐ ഇപ്പോൾ 2 ആണ്. 2 ലെസ് ദാൻ ഈക്വൽ ടു 5 അല്ലേ? കണ്ടീഷൻ ഈസ് അഗെയിൻ ട്രൂ. എന്ത് ചെയ്തു? വീണ്ടും നമ്മളെ ബോഡി സെക്ഷനിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ വീണ്ടും ഇവിടെ ആദ്യം എന്ത് ചെയ്യും? ഇഫ് ചെക്ക് ചെയ്യും. ഐ 3 ആണോ? 3 അല്ല. കാരണം എന്താ? 2 ആണ്. അപ്പോൾ കണ്ടീഷൻ ഇവിടെ എന്തായി മാറി? ഫാൾസായി മാറി. നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. നേരെ സി ഔട്ട് വർക്ക് ചെയ്തു. എന്ത് വന്നു? 2 എന്ന് വന്നു. ദെൻ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ഫോർ ലൂപ്പിലേക്ക് എത്തി. പക്ഷേ ഇവിടെ എന്ത് ഉപയോഗിക്കും? പ്ലസ് പ്ലസ് ഐ വർക്ക് ചെയ്യും. അപ്പോൾ ഐ 3 ആയി മാറി. കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്തു അല്ലേ? 3 ലെസ് ദാൻ ഈക്വൽ ടു 5. 3 ലെസ് ദാൻ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ട്രൂ ആയി. വീണ്ടും നമ്മളെവിടെ എത്തി? ബോഡി സെക്ഷനിലേക്ക് എത്തി. ഇവിടെ ഇനി ശ്രദ്ധിക്കുക, ഐ ഇപ്പോൾ 3 ആണ് അല്ലേ? ഐ 3 ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇഫിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയി. അപ്പോൾ ആർ എക്സിക്യൂട്ട് ചെയ്യും? ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ബ്രേക്ക് എന്താണ് ചെയ്യുന്നത്? ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്നും പ്രോഗ്രാം കൺട്രോളിനെ ലൂപ്പിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് പ്രോഗ്രാം കൺട്രോൾ എന്തായി? ഫോർ ലൂപ്പിൻ്റെ പുറത്തേക്ക് പോയി. അതിനർത്ഥം ഇവിടെ എത്തി എന്നർത്ഥം. അപ്പോൾ സംഭവിച്ച കാര്യം എന്താ? ശരിക്കും ഫോർ ലൂപ്പ് എപ്പോഴാണ് അവസാനിക്കേണ്ടത്? ഐ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 5ൽ കൂടുതലാണെങ്കിൽ ആണ് എന്ത് ചെയ്യുന്നത്? ഫോർ ലൂപ്പ് അവസാനിക്കേണ്ടത്. പക്ഷേ അതിന് മുൻപേ എന്ത് സംഭവിച്ചു? ബ്രേക്ക് ഇവിടെ എക്സിക്യൂട്ട് ആയതുകൊണ്ട് ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു. നമ്മൾ എന്ത് ചെയ്തു? പ്രോഗ്രാം കൺട്രോൾ എന്ത് ചെയ്തു? ലൂപ്പിൻ്റെ പുറത്തേക്ക് പോയി. ഓക്കെ, അപ്പോൾ റിട്ടേൺ 0. അതുകൊണ്ടാണ് ബാക്കി ഇവിടെ പ്രിൻ്റ് വരാറുണ്ട്. കാരണം പിന്നീട് സി ഔട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. സി ഔട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്യുമ്പോഴേ എന്ത് വരുള്ളൂ? ഇവിടെ 3, 4, 5 എന്ന് പറയുന്ന ഔട്ട്പുട്ടുകൾ വരുള്ളൂ. 6 ആകുമ്പോൾ എന്ത് സംഭവിക്കും? 6 ലെസ് ദാൻ ഈക്വൽ ടു 5 കണ്ടീഷൻ ഫാൾസ് ആവും. നമുക്കറിയാം ലൂപ്പ് എക്സിക്യൂഷൻ നിൽക്കും. ഇതാണ് സംഭവിക്കേണ്ടത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ ഇടയ്ക്ക് വെച്ച് ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ ഇവിടെ ടെർമിനേറ്റ് ചെയ്തു. പക്ഷേ പ്രോഗ്രാം അവസാനിച്ചില്ല. നേരെ എന്ത് ചെയ്തു? ഇവിടെ എത്തി റിട്ടേൺ 0. ദെൻ ഇവിടെ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ അവസാനിച്ചത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ബ്രേക്ക് എന്ന് പറയുന്ന ഈ ഒരു ജംപ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ചെയ്യുന്നത്? ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യും. ആ നിലവിൽ
റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൂപ്പിംഗ് സ്ട്രക്ചറിൽ നിന്ന് പ്രോഗ്രാം കൺട്രോളിനെ എന്ത് ചെയ്യും, പുറത്തേക്ക് കൊണ്ടുവരും. ഓക്കെ, അതിനാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അടുത്ത ജംപ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടിന്യൂ. Right. The continue statement is used for skipping over a part of the code within the loop body and forcing next iteration of the loop. അപ്പോൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. എന്തിനാണ് ഉപയോഗിക്കുന്നത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്? എന്തിനാണ്? ഫോർ സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദി കോഡ് വിത്തിൻ ദ ലൂപ്പ് ബോഡി. അപ്പോൾ ബ്രേക്ക് പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ഉപയോഗിക്കുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളിലാണ്. അപ്പോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ എന്താ പറയുക, കോഡുകളിൽ ചില സ്കിപ്പിംഗ് ഒഴിവാക്കലുകൾ വരുത്താനാണ് നമ്മൾ ആരും ഉപയോഗിക്കുന്നത്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റുകളെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദ കോഡ് വിത്തിൻ ദി ലൂപ്പ് ബോഡി. എന്ത് ചെയ്യുന്നു, നമ്മുടെ ലൂപ്പ് ബോഡിയിൽ എഴുതിയ ചില ഭാഗങ്ങളെ, ചില കോഡുകളെ, ചില സ്റ്റേറ്റ്മെൻറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം, ഒഴിവാക്കാം, എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ആൻഡ് ഫോഴ്സിങ് ദ നെക്സ്റ്റ് ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ ഇവിടെ അവസാനിക്കുന്നില്ല. നേരത്തെ നമ്മൾ പഠിച്ചു ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്, ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അവസാനിക്കുന്നില്ല, ആ നിലവിലുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളെ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു. എന്നിട്ടോ ഫോഴ്സിങ് ദ നെക്സ്റ്റ് ഐട്രേഷൻ, അടുത്ത ഘട്ടത്തിലേക്ക് ലൂപ്പിനെ കൊണ്ടുപോകുന്നു. ഓക്കെ, അതൊരു എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഈ കാണുന്നത് കണ്ടിന്യൂ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നേരത്തെ കണ്ട ബ്രേക്ക് തന്നെയാണ്, ബ്രേക്കിൻ്റെ സ്ഥാനത്ത് ഇവിടെ കണ്ടിന്യൂ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക് ഇവിടെ വന്ന സമയത്ത് നമ്മൾ കണ്ടു ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ 1 and 2 മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പ്രിൻ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ഇവിടെ അതിന് ശേഷം ഡാറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ലൂപ്പ് എന്ത് ചെയ്യുന്നില്ല, ടെർമിനേറ്റ് ചെയ്യുന്നില്ല. ഇത് ടെർമിനേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്, ഈ പറയുന്ന കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ തന്നെയാണ് ഇവിടെ കണ്ടിന്യൂൻ്റെ കേസിൽ ഈ ലൂപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഐ ഇനീഷ്യലൈസ് ചെയ്തു, ഐ ഈസ് ഈക്വൽ ടു 1 അല്ലേ. ദെൻ കണ്ടീഷൻ ഇതാണ്, ഐ ലെസ് ദാൻ ഈക്വൽ ടു 5. ഐ ഇപ്പോൾ എത്രയാണ്, 1 ആണ്. സോ 1 ലെസ് ദാൻ ഈക്വൽ ടു 5, കണ്ടീഷൻ ഈസ് ട്രൂ, റൈറ്റ്. അപ്പോൾ എവിടെ എത്തി, നമ്മൾ നേരത്തെ കണ്ട പോലെ ഇഫിലേക്ക് എത്തി. ഇവിടെ ചെക്ക് ചെയ്യുന്നു ഐ 3 ആണോ, ഐ 3 അല്ല, നമുക്കറിയാം ഐ ഇപ്പോൾ എത്രയാണ്, 1 ആണ്. അപ്പോൾ ഈ പറയുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ എന്തായി മാറി, ഫാൾസായി മാറി. അപ്പോൾ ആരും എക്സിക്യൂട്ട് ചെയ്യില്ല, കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. നേരെ എവിടെ എത്തി, ഈ സി ഔട്ടിലേക്ക് എത്തി. ഐ ഔട്ട്പുട്ട് ചെയ്യുന്നു, എന്ത് വന്നു, 1 എന്ന് ഔട്ട്പുട്ട് വന്നു. ഓക്കെ, വീണ്ടും ഇവിടെ നിന്ന് നമ്മൾ എവിടെ എത്തി, നമ്മൾ ഈ ഫോർ ലൂപ്പിലേക്ക് എത്തി അല്ലേ. അപ്പോൾ ആര് വർക്ക് ചെയ്യും, പ്ലസ് പ്ലസ് ഐ വർക്ക് ചെയ്യും. അപ്പോൾ നിലവിലുള്ള 1 എന്തായി മാറി, 2 ആയിട്ട് മാറി. വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, 2 ലെസ് ദാൻ ഈക്വൽ ടു 5 അല്ലേ. 2 ലെസ് ദാൻ ഈക്വൽ ടു 5, കണ്ടീഷൻ ട്രൂ, കാരണം 2 ചെറുതാണ്, കണ്ടീഷൻ ട്രൂ ആയി. വീണ്ടും നമ്മളെവിടെ എത്തി, ബോഡി സെക്ഷനിലേക്ക് എത്തി, ഇഫ് എത്തി അല്ലേ. ഇവിടെ നിങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കുക, 2 ഈക്വൽ ടു 3, അഗെയിൻ കണ്ടീഷൻ ഈസ് ഫാൾസ്. അപ്പോൾ എന്ത് സംഭവിക്കില്ല, കണ്ടിന്യൂ വർക്ക് ചെയ്യില്ല. നമ്മളെവിടെ എത്തി, ഈ സി ഔട്ടിലേക്ക് എത്തി. അപ്പോൾ ഐ ഇപ്പോൾ 2 ആണ്, എന്ത് സംഭവിച്ചു, 2 എക്സിക്യൂട്ടായി. വീണ്ടും നമ്മൾ എവിടെ എത്തി, ഫോർ ലൂപ്പിൻ്റെ മുകളിലേക്ക് വീണ്ടും എത്തി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ആര് വർക്ക് ചെയ്യും, പ്ലസ് പ്ലസ് ഐ വർക്ക് ചെയ്യും. അങ്ങനെ ഐ 3 ആയി മാറി. കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു, 3 ലെസ് ദാൻ ഈക്വൽ ടു 5, 3 ലെസ് ദാൻ ഈക്വൽ ടു 5 അല്ലേ. കണ്ടീഷൻ വീണ്ടും ട്രൂ ആണ്, കാരണം 5നേക്കാളും ചെറുതാണ് ആര്, 3. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയി. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എത്തി. അപ്പോൾ നിലവിൽ ഐ ഇപ്പോൾ എത്രയാണ്, 3 ആണ്. അപ്പോൾ 3 ഈക്വൽ ടു 3, കണ്ടീഷൻ ഈസ് ട്രൂ. ഇവിടെയുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ റിസൾട്ട് ട്രൂ ആയി മാറി. അപ്പോൾ ആര് എക്സിക്യൂട്ട് ചെയ്യും, കണ്ടിന്യൂ.
അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു കണ്ടിന്യൂ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ലൂപ്പ് ബോഡിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ലൂപ്പിനെ എവിടേക്ക് കൊണ്ടുപോകും, നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ബോഡി സെക്ഷൻ പിന്നീട് എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ കണ്ടിന്യൂ എന്ന് വർക്ക് ചെയ്തു, ഈ CO2 വർക്ക് ചെയ്യാതെ അതിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് എവിടെ എത്തി, ഇവിടെ എത്തി. അപ്പം മനസ്സിലാക്കുക, ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അവസാനിച്ചിട്ടില്ല. എന്തേ ചെയ്യുന്നുള്ളൂ, ആ സമയത്ത് കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ ഒന്ന് സ്കിപ്പ് ചെയ്യുന്നു, ആ സമയത്തേക്ക് മാത്രം. ഓക്കെ, അങ്ങനെ സ്കിപ്പ് ചെയ്തു, നമ്മൾ ഇവിടെ എത്തി, വീണ്ടും എന്ത് ചെയ്യും, ഇവിടേക്ക് തന്നെ എത്തും, ഈ ഭാഗത്തേക്ക് തന്നെ എത്തി. അപ്പോൾ എന്തായി മാറി, I++ എന്ന് വർക്ക് ചെയ്യും. എന്തായി മാറി, 4 മാറി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 3 ആയപ്പോഴാണ് കണ്ടിന്യൂ എക്സിക്യൂട്ട് ആയത്. അപ്പോൾ ആരും വർക്ക് ചെയ്തില്ല, ഈ CO2 വർക്ക് ചെയ്തില്ല, കാരണം അത് സ്കിപ്പ് ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചില്ല, ഇവിടെ 3 എന്ന് പറയുന്ന ആ റിസൾട്ട് വന്നിട്ടില്ല, 3 പ്രിൻ്റ് ചെയ്തില്ല അല്ലേ. ദെൻ മുകളിലേക്ക് പോകുമ്പോൾ എന്തായി മാറി, 3 ഉള്ളത് 4 മാറും. ++i വർക്ക് ചെയ്യുമ്പോൾ 4 മാറും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, I<= 5 അല്ലേ. 4<= 5, അഗെയിൻ ദ കണ്ടീഷൻ ഈസ് ട്രൂ. എന്ത് ചെയ്തു, നമ്മൾ ബോഡി സെക്ഷനിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഇനി ഈ പറയുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണ്, കാരണം 4 = 3 കണ്ടീഷൻ ഫാൾസ് ആണ്. സോ CO2 എക്സിക്യൂട്ട് ചെയ്തു, റൈറ്റ്. അപ്പോൾ എന്ത് വന്നു, 4 എന്ന് വന്നു. അപ്പോൾ 3 എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. എന്തുകൊണ്ട് 3 വന്നില്ല, 3 വരാതിരിക്കാനുള്ള കാരണം ആ സമയത്ത് നമുക്ക് ഇവിടെയുള്ള ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇഫ് കണ്ടീഷൻ ട്രൂ ആയി. അപ്പോൾ ആര് വർക്ക് ചെയ്തു, കണ്ടിന്യൂ എന്ന് പറയുന്ന ജംപ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്തു. എന്താണ് കണ്ടിന്യൂ ചെയ്യുന്നത്, അതിന് ശേഷമുള്ള ബോഡി സെക്ഷനെ, ഇവിടെ ഇപ്പോൾ ഈ CO2 മാത്രമേ ഉള്ളൂ, ആ ബോഡി സെക്ഷൻ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്തുകൊണ്ട് ലൂപ്പിനെ എവിടേക്ക് കൊണ്ടുപോകും, നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അതുകൊണ്ട് അവിടെ 3 വന്നില്ല. കാരണം 3 വരണമെങ്കിൽ എന്ത് വേണം, ഈ CO2 അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണമായിരുന്നു. അതവിടെ സംഭവിച്ചില്ല, കാരണം കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, ദെൻ 4 ആയപ്പോൾ ഈ കണ്ടീഷൻ ഫാൾസായി. സോ കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യില്ല, CO2 വർക്ക് ചെയ്തു, 4 വന്നു. ഓക്കെ, അങ്ങനെ വീണ്ടും മുകളിലേക്ക് പോയി. അപ്പോൾ 4 എന്തായിട്ട് മാറും, 5 ആയിട്ട് മാറും. കണ്ടീഷൻ 5<= 5, I = ഉള്ളത് കൊണ്ട് കണ്ടീഷൻ വീണ്ടും എന്തായി, ട്രൂ ആയി. നമ്മളെവിടെ എത്തി, ഇവിടെ എത്തി. അപ്പോൾ ഇത് പിന്നെ 5 ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫാൾസ് ആണ്, കണ്ടിന്യൂ വർക്ക് ചെയ്യില്ല, CO2 വർക്ക് ചെയ്യും അല്ലേ. അപ്പോൾ എന്തായി, 5 പ്രിൻ്റ് ചെയ്തു. വീണ്ടും മുകളിലേക്ക് പോയി, ++i വർക്ക് ചെയ്യും, I 6 മാറി. 6<= 5, നമുക്കറിയാം 6 വലുതാണ്, പക്ഷേ ഈ കണ്ടീഷൻ പ്രകാരം എന്താണ്, അത് ഫാൾസായി മാറി. അങ്ങനെ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അവസാനിച്ചു. നമ്മളെവിടെ എത്തി, കമ്പൈലർ പുറത്തേക്ക് വന്നു, റിട്ടേൺ 0, ദെൻ പ്രോഗ്രാം എന്ത് ചെയ്തു, അവസാനിച്ചു. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യുന്നില്ല. എന്താണ് ചെയ്യുന്നത്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് ശേഷമുള്ള ബോഡി സെക്ഷൻ ആ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം സ്കിപ്പ് ചെയ്യും. എന്നിട്ട് ലൂപ്പിന് എന്ത് ചെയ്യും, അടുത്ത ഐട്രേഷൻ നെക്സ്റ്റ് ഫേസിലേക്ക് എന്ത് ചെയ്യും, ലൂപ്പിനെ കൊണ്ടുപോകും. അപ്പം ആ ഒരു പോയിൻ്റ് കാരണമാണ് ഇവിടെ നോക്കിയാൽ കാണാം, നിങ്ങൾ 1 2 4 5 ആണ്, 3 കാണുന്നില്ല. കാരണം എന്താ, 3 വന്ന സമയത്ത് ഇവിടെ I == 3 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആവും, കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യും. സോ ശേഷമുള്ള ഭാഗത്തെ സ്കിപ്പ് ചെയ്തു. ആ CO2 വർക്ക് ചെയ്യാത്ത കാരണം ഇവിടെ 3 വന്നില്ല. നേരെ എന്ത് ചെയ്തു, അടുത്ത ഐട്രേഷനിലേക്ക് പോയി. I എന്തായി മാറി, 4 മാറി. അത് 4 പിന്നീട് വരും, കാരണം 4 വരുമ്പോൾ ഈ ഒരു സെക്ഷന് പ്രസക്തിയില്ല, കാരണം കണ്ടീഷൻ ട്രൂ അല്ല, ഫാൾസ് ആണ്. സോ കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യില്ല. സോ 4 5 വരും. 3 വരുമ്പോൾ മാത്രം എന്ത് ചെയ്യപ്പെടും, ഇവിടെ അതിന് ശേഷമുള്ള ഭാഗം സ്കിപ്പ് ചെയ്യും, ഈ പ്രോഗ്രാം അനുസരിച്ചുകൊണ്ട്. അപ്പോൾ ഇതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തതായി ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ബ്രേക്കും കണ്ടിന്യൂവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. സോ ആദ്യം നമ്മൾ കണ്ടിന്യൂ ആണ് ഇവിടെ പറയുന്നത്, അതിനുശേഷം ബ്രേക്ക്. അപ്പോൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യമായി പറയുന്ന ഒരു പോയിൻ്റ്, യൂസ് ഓൺലി വിത്ത് ലൂപ്പ് അല്ലേ. ലൂപ്പുകൾക്ക് ഒപ്പമാണ് നമ്മൾ കണ്ടിന്യൂ ഉപയോഗിക്കാറുള്ളത്. ഇൻ ദി കേസ് ഓഫ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്
നമ്മൾ ഉപയോഗിക്കുന്നത് ലൂപ്പുകളുടെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ യൂസർ വിത്ത് ലൂപ്സ് ആൻഡ് സ്വിച്ച് അല്ലേ. ഇവിടെ ലൂപ്പിൽ മാത്രമേ ഉള്ളൂ. ബ്രേക്കിൻ്റെ കേസിൽ ലൂപ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി കണ്ടിന്യൂ, രണ്ടാമത്തെ പോയിന്റ്. ടെർമിനേറ്റ് ദ കറൻറ്റ് ഐട്രേഷൻ ഓഫ് ദി ലൂപ്പ്. കണ്ടിന്യൂ എന്ത് ചെയ്യുന്നു, കറൻറ്റ് ഐട്രേഷൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഐട്രേഷൻ മാത്രം ടെർമിനേറ്റ് ചെയ്യുന്നു. ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പോഴുള്ള ആ ഐട്രേഷൻ മാത്രം ഒഴിവാക്കിക്കൊണ്ട് അടുത്ത ഐട്രേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ബ്രേക്ക് എന്ത് ചെയ്യും, ബ്രേക്ക് എന്താണ് ചെയ്യുന്നത്, ടെർമിനേറ്റ് ദ ലൂപ്പ്. ലൂപ്പിനെ എൻറ്റയർലി ഇത് ടെർമിനേറ്റ് ചെയ്യും, ലൂപ്പിനെ അവസാനിപ്പിക്കും. പക്ഷേ കണ്ടിന്യൂ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നില്ല. അവസാനിപ്പിക്കുന്ന ആരെയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഐട്രേഷനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് അടുത്ത ഐട്രേഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ലൂപ്പ് അവിടെ എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്. ദ ലാസ്റ്റ് പോയിന്റ്, പ്രോഗ്രാം control goes outside only when the test expression of the loop returns false. അതായത് ലൂപ്പ് അവസാനിക്കുന്നത് എപ്പോഴാണ്, നമ്മുടെ ലൂപ്പിലുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഫാൾസ് ആകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രോഗ്രാം കൺട്രോൾ ലൂപ്പിൽ നിന്നും പുറത്തേക്ക് പോകുന്നുള്ളൂ. അതായത് ലൂപ്പ് അവസാനിക്കുന്ന എപ്പോഴാണ്, ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ എഴുതിയിട്ടുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ റിസൾട്ട് ഫാൾസ് ആകണം. അതാണ് നോർമലി ഒരു ലൂപ്പ് അവസാനിക്കാനുള്ള കണ്ടീഷൻ. അതാണ് ആ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ, അത് ഫോർ ലൂപ്പ് ആയാലും വൈൽ ലൂപ്പ് ആയാലും ഡു വൈൽ ലൂപ്പ് ആയാലും അവിടെയുള്ള കണ്ടീഷൻ ഫാൾസ് ആകുമ്പോഴാണ് പ്രോഗ്രാം കൺട്രോൾ എന്ത് ചെയ്യുന്നത്, ലൂപ്പിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. ദെൻ ബ്രേക്ക്, അവിടെ പറയുന്നത് എന്താണ്, പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട്സൈഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ്. അപ്പോൾ ബ്രേക്ക് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അപ്പോൾ തന്നെ പ്രോഗ്രാം കൺട്രോൾ എന്ത് ചെയ്യും, ഗോസ് ഔട്ട്സൈഡ്. പ്രോഗ്രാം കൺട്രോൾ പുറത്തേക്ക് പോകും, ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകും. അതിനർത്ഥം ലൂപ്പിനെ എന്ത് ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ പറയുന്ന കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഇതും 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.